ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടികൾ നമ്മുടെ രാജ്യത്തെ വലിയ തോതിൽ പുറകോട്ടടിപ്പിക്കുന്നതാണ്. നേരത്തെ മുതൽക്കേ അത്തരം നടപടികളാണ് BJP നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. RSSന്റെ നേതൃത്വത്തിലുള്ള RSS നേതൃത്വം അംഗീകരിച്ച പാർട്ടിയാണ് BJP. RSSന്റെ നയമാണ് നടപ്പാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ ഭരണഘടനയെ അംഗീകരിക്കാനാവുന്നില്ല. ഭരണഘടനയ്ക്കെതിരെയുള്ള നീക്കങ്ങൾ പലയിടങ്ങളിലായിട്ടുണ്ടാകുന്നു. തങ്ങളുടേതായ അജണ്ട നടപ്പിലാക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി നടക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും നടക്കുന്നു. എല്ലാ കാര്യങ്ങളിലേക്കും ഇപ്പോൾ പോകുന്നില്ല. പക്ഷേ SIR എന്ന പേരിൽ നടപ്പാക്കിയ അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, അതിൻ്റെ ഭാഗമായി ലക്ഷക്കണക്കിൽ വോട്ടർമാർ തള്ളപ്പെട്ടിരിക്കുന്നു. ഈ തള്ളപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വമില്ല എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തുന്നു. ഏറ്റവും ആശ്വാസകരമായ കാര്യം സുപ്രീം കോടതി അതിൽ ഇടപെട്ടു എന്നുള്ളതാണ്. അത് ശരിയല്ല, പൗരത്വത്തെ അത് ബാധിക്കാൻ പാടില്ല എന്ന നിലപാട് കൃത്യമായ രീതിയിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രമാത്രം ആപൽക്കരമായ രീതിയിലാണ് രാജ്യത്തെ ജനങ്ങളെ പൗരന്മാരല്ലാതാക്കുന്ന നിലയടക്കം വരുന്നത് എന്നാണ് നാം കാണേണ്ടത്. ഇതിലെല്ലാം സ്വീകരിക്കുന്ന വർഗീയ നിലപാടുണ്ട്. ആ വർഗീയ നിലപാടിലൂടെയാണ് കാര്യങ്ങൾ നീക്കാൻ BJP ഗവൺമെൻറ് തയ്യാറാകുന്നത്. എല്ലായിടങ്ങളും വർഗീയ നീക്കങ്ങൾ ശക്തിപ്പെടുകയാണ്. മതനിരപേക്ഷത കൂടുതൽ കരുത്തോടെ വളർത്തിയെടുക്കേണ്ട ഘട്ടമാണിത്. മതനിരപേക്ഷതക്ക് പോർലേൽപ്പിക്കാനുള്ള വൻ നീക്കങ്ങളാണ് BJPയുടെ ഭാഗത്തുണ്ടാകുന്നത് എന്ന് നാം കാണണം. ഇപ്പോൾ പാർലമെന്ററി ജനാധിപത്യത്തിന് തന്നെ വിലയില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ പാർട്ടികൾക്ക് സംഭവിക്കുന്നത് നോക്കൂ. നമ്മുടെ രാജ്യത്ത് ശക്തമായ കൂറുമാറ്റ നിരോധന നിയമമുണ്ട്. ആ കൂറുമാറ്റ നിരോധന നിയമത്തിന് വല്ല വിലയുണ്ടോ? ഒരു പാർട്ടിയിൽപ്പെട്ട ധാരാളം ആളുകളെ ഒന്നിച്ച് വിലക്കെടുക്കില്ലേ? ചെറിയ തോതിലാണോ നടക്കുന്നത്? വൻതോതിൽ ഇത്തരം നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുകയാണ്. പണം കൊണ്ട് മൂടുന്നു. കയ്യിലുള്ള ചീർത്ത സമ്പത്ത് ഇത്തരം ദുർവൃത്തികൾക്ക് വേണ്ടി ഉപയോഗിക്കാനാകുമെന്ന ഹുങ്ക്, കയ്യിലുള്ള അധികാരം അതുപയോഗിച്ച് പലരെയും വരുതിയിൽ നിർത്താം എന്ന ഹുങ്ക്. നമ്മളിവിടെ കാണുന്നത് പോലുള്ള രാഷ്ട്രീയക്കാരല്ല ഇവിടം വിട്ടാൽ. അവരിൽ പലരും കോടാനുകോടികളുടെ ആസ്തിയുള്ളവരാണ്. അവരെ പെട്ടെന്ന് തന്നെ ഭയപ്പെടുത്താൻ കഴിയും. നമ്മൾ കാണുന്നത് പോലെയല്ല അവർ കാര്യങ്ങളെ കാണുക.
തങ്ങളുടെ കയ്യിലുള്ള രാഷ്ട്രീയ അധികാര ഏജൻസിയെ അങ്ങോട്ട് പറഞ്ഞയച്ചാൽ അപ്പോ കാലിൽ വീഴും. അതൊരു ഭാഗത്ത്. പണം കൊണ്ട് മൂടേണ്ടവരെ പണം കൊണ്ട് മൂടൽ, എല്ലാ ദുർവൃത്തികളും നടക്കുകയാണ്. ഇവിടെ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ സാങ്കത്യം തങ്ങൾ ഉദ്ദേശിച്ചിടത്തേക്ക് രാജ്യത്തെ എത്തിക്കുക, അതിനാണ് കാര്യങ്ങൾ നീക്കുന്നത്. എന്തിനാണത്? അവരുദ്ദേശിക്കുന്ന ഭാരതം സൃഷ്ടിക്കാൻ. ഇപ്പൊ അതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അവർ കാണുന്നൊരു ഭാരതമുണ്ട്, അതിതല്ല, അതിലേക്ക് എത്തിക്കണം, അതിനാണ് നീക്കം. ഇതെല്ലാം അതീവ ഗൗരവമായി കാണേണ്ട ഒരു കാലമാണിത്. നമ്മുടെ കേരളം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടു. ഇവിടെ വലതുപക്ഷം അധികാരത്തിലേറി. ഞങ്ങളെ ഒരു പുതിയ ഗവൺമെൻറ് വന്ന് 2-3 മാസം എന്താണ് ആ ഗവൺമെൻറ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കാം എന്ന നിലപാട് മാത്രമേ എടുത്തിരുന്നുള്ളൂ. പക്ഷേ തുടക്കത്തിൽ തന്നെ കണ്ടത് എന്താണ്? ആദ്യം ഗവർണറുടെ നയപ്രഖ്യാപനം, തൊട്ടു പിന്നാലെ ധവളപത്രം, അതിനു പിന്നാലെ ബജറ്റ്. ഇതിലൊക്കെ തങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമായി കേരളത്തോട് അവർ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ രാജ്യത്തുള്ള BJP ഇതര സംസ്ഥാനങ്ങളെ ആകെ ഞെരുക്കുന്ന, ശ്വാസം മുട്ടിക്കുന്ന നടപടികളാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. എല്ലാ BJP ഇതര ഗവൺമെന്റുകൾക്കും കേന്ദ്രത്തിനെതിരെ വിമർശനമുയർത്തേണ്ടി വരുന്നുണ്ട്. ഈ കഴിഞ്ഞ 10 വർഷക്കാലം കേന്ദ്ര ഗവൺമെന്റ് ഏതെല്ലാം തെറ്റായ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടോ അതിനെല്ലാം എതിരെയുള്ള വിമർശനം നാം ശക്തമായി ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോ പുതിയ ഗവൺമെന്റ് അതിന് തയ്യാറല്ല. അത്തരത്തിലൊരു വിമർശനത്തിന് അവർ സന്നദ്ധമല്ല. നയപ്രഖ്യാപനത്തിലാണ് കാര്യങ്ങൾ വ്യക്തമാക്കുക. കേന്ദ്രത്തിനെതിരെ അരേ അക്ഷരം അതിൽ കാണാൻ കഴിയില്ല. എന്തുകൊണ്ടാണിത്? സ്വാഭാവികമായി പ്രതിപക്ഷം ചോദിച്ചു. കേന്ദ്രവുമായി സംഘർഷമല്ല ഞങ്ങളുടെ നയം എന്നതാണ് മറുപടി. നമ്മൾ അനാവശ്യമായി സംഘർഷത്തിന് പോകേണ്ട കാര്യമില്ല. തെറ്റായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെതിരെ പറയണ്ടേ? കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കുമെന്ന് പറയണ്ടേ? ഇവിടുത്തെ അനുഭവമില്ലേ? അത്തരമൊരു പരാമർശത്തിന് അവർ തയ്യാറല്ല. അതോടൊപ്പം വൻപിച്ച താല്പര്യം സ്വകാര്യവൽക്കരണത്തിന്. പൊതുമേഖലാ സ്ഥാപനങ്ങളോട് വല്ലാത്ത അലർജി. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് കണ്ടാൽ മതി. നയപ്രഖ്യാപനം, ധവളപത്രം, ബജറ്റ്. എന്താണ് എല്ലാറ്റിലും കാണുന്നത്? പൊതുമേഖലാ സ്ഥാപനങ്ങൾ നാട്ടിൽ തുടരേണ്ടതില്ല. ആരുടെ നയമാണത്? ആ നയമാണ് BJP നടപ്പാക്കുന്നത്. BJP നടപ്പാക്കുന്ന അതേ നയം കേരളത്തിൽ തങ്ങൾ നടപ്പാക്കാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വൻതോതിലുള്ള സ്വകാര്യവൽക്കരണ നീക്കങ്ങൾ.